അമേരിക്ക ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് എത്തിക്കഴിഞ്ഞു. ഇറാന്റെ മുങ്ങിക്കപ്പലുകൾ അമേരിക്കൻ പടക്കപ്പലുകളെ തകർക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെല്ലുവിളികളാണ് ലോകത്ത് കേട്ടുകൊണ്ടിരുന്നത് ഇതുവരെ. അതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ എടുത്ത തീരുമാനം ശ്രദ്ധേയമായ ഒരു തീരുമാനമായിരുന്നു. ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇറാന്റെ സേനാ വിഭാഗമായ IRGCയെ തീവ്രവാദ സംഘടനയാക്കി യൂറോപ്യൻ യൂണിയൻ മുദ്രകുത്തി. IRGC ഇറാനിൽ മനുഷ്യക്കുരുതി നടത്തുന്നുവെന്നും അതുകൊണ്ട് IRGC തീവ്രവാദ സംഘടനയാണെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ വിലയിരുത്തൽ. യൂറോപ്യൻ യൂണിയൻ ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായി മാറുന്ന കാഴ്ചയും കണ്ടു. ട്രംപ് ഇറാനെ ആക്രമിക്കും എന്ന് പറയുന്നതല്ലാതെ യുദ്ധം തുടങ്ങിയിട്ടില്ല. യുദ്ധം തുടങ്ങിയാൽ അമേരിക്കയെ തങ്ങളാലാകും വിധം ചെറുക്കുമെന്നും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ നിർത്തുകയില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അറാഗ്ചി പറഞ്ഞതും ശ്രദ്ധേയം. അമേരിക്ക തുടങ്ങിയിട്ടില്ല, പക്ഷേ അമേരിക്കയുടെ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കൊട്ടേഷൻ ടീമാണ് ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച വിവരം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടുകൂടി അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്നത് വ്യക്തമായി. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് ഇറാനെ ആക്രമിക്കാനാണ്. മുൻപത്തെ പോലെ രണ്ട് വൻശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഇറാനെ ആക്രമിക്കുക എന്നതാണ് ട്രംപിൻ്റെ തന്ത്രമെന്ന് വ്യക്തമായി. അതിനർത്ഥം അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഇസ്രായേലിൻ്റെ സഹായം വേണം. ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഇറാന്റെ ഭീഷണി ഏറ്റവും കൂടുതൽ ഏൽക്കുന്നത് ഇസ്രായേലിനാണ്. ആ ഇസ്രായേലാണ് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ വമ്പൻ തന്ത്രം ആണിത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പ്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കും. അപ്പോൾ ഇസ്രായേലിനോട് ഒപ്പം ചേർന്ന് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാം ഇറാനെതിരെ. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു ഇപ്പോൾ. കാരണം അദ്ദേഹത്തിന് അഴിമതി കേസുകളുണ്ട് ഇസ്രായേലിൽ. അഴിമതി കേസിൽ വിചാരണ നേരിടേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഒരു യുദ്ധം ബെഞ്ചമിൻ നെതന്യാഹുവിന് അനിവാര്യമാണ്. ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അടുപ്പിക്കുക. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ സൈന്യം വെറുതെ ഇരിക്കില്ല. അവർ ഇസ്രായേലിനെ തിരിച്ചടിക്കും. ഈ സമയത്ത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുക. ഇതാണ് ട്രംപിൻ്റെ തന്ത്രം. ചുരുക്കി പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇറാനെ നേരിടാനുള്ള ആത്മധൈര്യം ഇതുവരയ്ക്കും US ഉണ്ടായിട്ടില്ല. എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലൊക്കെ വന്നെങ്കിലും അതവിടെ കടലിൽ ചുറ്റിപ്പറ്റി തത്തിക്കളിച്ച് നിൽക്കുകയാണ്. ഇറാന് നേർക്ക് ആക്രമണം നടത്താൻ ട്രംപ് തയ്യാറായിട്ടില്ല. യുദ്ധം തുടങ്ങാൻ ട്രംപ് ഉത്തരവൊക്കെ ഇട്ടു, പക്ഷേ ഇതുവരേക്കും യുദ്ധം തുടങ്ങിയിട്ടില്ല. തങ്ങളുടെ വിരൽ കാഞ്ചിയിലാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക കയറി ഇടപെടും. അങ്ങനെ ഇടപെട്ട് രണ്ട് രാജ്യങ്ങളും കൂടി സംയുക്തമായി ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുക. ഇതാണ് അമേരിക്കയുടെ തന്ത്രം. ഈ തന്ത്രത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപ് പറയുന്നതിനപ്പുറം ഇസ്രായേൽ ഇല്ല. അതുകൊണ്ട് തന്നെ
ട്രംപിന്റെ തന്ത്രം ഇറാനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. രണ്ട് വൻശക്തികളെ ഒറ്റയ്ക്ക് നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുന്നു. ഇറാന് അതിന് പിൻബലമായി പ്രോക്സി ഗ്രൂപ്പുകളുമുണ്ട്. അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുമുണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തികളും അടങ്ങുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ. ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനം ശ്രദ്ധേയമാണ്. ഇറാൻ തിളയ്ക്കുകയാണ് ഇപ്പോൾ.